മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് വിജ്ഞാപനം പുറത്തിറക്കി. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളും നിശ്ചയിച്ചു. ഭൂമിയുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന നിർദ്ദേശം. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം രശ്മി കാർത്തിക ചേരുകയാണ്. ആദ്യം ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, ജിജീഷിന് ആദ്യം മുതൽ തന്നെ ഈ സമരസമിതി അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായി നിരന്തരമായുള്ള ബന്ധങ്ങളിലൂടെ തന്നെ അവിടുത്തെ അവസ്ഥ കൃത്യമായി അറിയുന്നതാണ്. കാരണം ഈ ഒരു ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് വിജ്ഞാപനം പുറത്തിറക്കി എന്ന് പറയുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് അവർ ഈ തെരുവിലേക്ക് ഇറങ്ങി റിലേ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. എങ്ങനെയെങ്കിലും അവരുടെ കിടപ്പാടം വീണ്ടെടുക്കണമെന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ അവരെ ഭൂമാഫിയായിട്ടും റിസോർട്ട് മാഫിയായിട്ടും എല്ലാം ചിത്രീകരിക്കുന്ന സർക്കാർ ഉള്ള കാലത്ത് അവരുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? രശ്മി കാർത്തിക കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ മുനമ്പം വിഷയം ഇത്രത്തോളമായിട്ട് പോലും ഭരണ പ്രതിപക്ഷ പാർട്ടികൾ അതിൽ യാതൊരുവിധ നടപടികളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് സമരസമിതി പറയുന്നുണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ BJP അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും അവിടേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുകയാണ്? ഈ ജുഡീഷ്യൽ കമ്മീഷനെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നതിന് ശേഷം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. പക്ഷേ അതിന്റെ നടപടിക്രമങ്ങളും വലിയ രീതിയിൽ വൈകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിൽ വ്യാപകമായി പ്രതിഷേധമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും വസ്തുവിന്റെ നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി എന്നിവ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അന്വേഷണ കമ്മീഷന്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ രണ്ടാമതായി പറയുന്ന കാര്യം, ഈ ഭൂമിയിലെ ശരിയായ അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് സംബന്ധിച്ച് അന്വേഷണർ റിപ്പോർട്ട് ചെയ്യുകയും ഇക്കാര്യത്തിൽ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അത് ശുപാർശ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്. നമുക്കറിയാം, ഈ തുടക്കം മുതൽ തന്നെ സർക്കാർ ഈ മുനമ്പം വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ശക്തമായ ഇടപെടൽ BJPയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഈ ഒരു ഒളിച്ചുകളി, അതായത് പുറമെ ഒരു ഭാഗത്ത് മുനമ്പം നിവാസികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുകയും മറ്റൊരു വശത്ത് വഖഫിനെ സഹായിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും സ്വീകരിച്ചു പോന്നിരുന്നത്. ഈ യോഗം ചേർന്ന തീയതി പോലും തെരഞ്ഞെടുപ്പിന് ശേഷം ആണ് ഇത്തരത്തിൽ അത് പ്ലാൻ ചെയ്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു തീയതി തീരുമാനിക്കുകയും ഇത്തരത്തിൽ യോഗം ചേരുകയും ചെയ്തത്. ഇപ്പോഴും ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും മുനമ്പം നിവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഈ ഒരു നിലപാട്, അതായത് ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നത്. ജനം TV മുനമ്പം സംബന്ധിച്ചുള്ള വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല മറ്റ് ക്രൈസ്തവ സംഘടനാ നേതാക്കളും BJPയുടെ നേതാക്കളും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഈ മുനമ്പം സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയുകയും അതിൽ അടിയന്തരമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇടത് വലത് മുന്നണികളുടെ ഒരു ഇരട്ടത്താപ്പ് നയം ഈ വിഷയത്തിൽ തുടരുമ്പോഴാണ് കൃത്യമായ ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം മുനമ്പം നിവാസികളുടെ ഭൂമി, അത് അവരുടെ ഭൂമിയാണ്, അത് അവർക്ക് തന്നെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BJPയും ജനം TVയും ഇതിൽ നിരന്തരമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിനൊടുവിലാണ് ഈ ഒരു യോഗം വിളിക്കാൻ പോലും സർക്കാർ തയ്യാറായത്. പക്ഷേ അതും ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള ഒരു തീയതി നിശ്ചയിക്കുകയും ഈ യോഗം ചേരുകയും അവസാനം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ നടപടിക്രമങ്ങളും ഇത്തരത്തിൽ അനന്തമായി നീണ്ടുപോകുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതിനെതിരെയും വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. അതിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷനെ രൂപീകരിച്ച് ഒരു ഉത്തരവ്, ഒരു ശുപാർശ നൽകണം, പരിഗണനാ വിഷയങ്ങളൊക്കെ അന്വേഷണ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഉത്തരവ് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്: നിലവിലെ കിടപ്പ്, സ്വഭാവം, വ്യാപ്തി, ഭൂമിയുടെ വ്യാപ്തി എന്നിവ തിരിച്ചറിയുക, അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനകം നൽകുക, അതോടൊപ്പം തന്നെ ഈ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കണം എന്നത് സംബന്ധിച്ച് സർക്കാർ എന്ത് തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച ഒരു ശുപാർശകൾ നൽകുക എന്നുള്ളവയാണ് ഈ വിജ്ഞാപനത്തിൽ പറയുന്നത്.
ദേവിക. ശരി, ജിജീഷ് കരുണാകരൻ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ജിജീഷിന് കൂടുതൽ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ കഴിയും. കാരണം ജിജീഷ് തന്നെയാണ് ആദ്യം മുതൽ ഈ സമരസമിതിയിലുള്ളവരുമായിട്ടും അവിടുത്തെ ജനങ്ങളുമായിട്ടും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി ജിജീഷിന് അറിയാം. ഈ ഒരു വഖഫ് അധിനിവേശത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. കൃത്യമായി ഒരു പ്രതീക്ഷ നൽകുന്നൊരു വാർത്തയായിട്ട് തന്നെ ഇതിനെ കാണാൻ സാധിക്കും അല്ലേ? ദേവിക, ഇത് ഒരേ സമയം പ്രതീക്ഷ നൽകുന്നു. എന്നാൽ അതേസമയം തന്നെ അവിടെയുള്ള സമരരംഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും തന്നെ സർക്കാരിനെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നത് തന്നെയാണ് അവരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സാധാരണ നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഏത് വിഷയം നടക്കുമ്പോഴും അത് നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു ഉപാധിയായി ഈ ജുഡീഷ്യൽ കമ്മീഷനുകളെ മാറ്റിയെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ മറ്റ് നിരവധി അന്വേഷണങ്ങളുടെ ഭാഗം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി ഉത്തരവാദിത്തങ്ങൾ മറ്റ് നിരവധി അന്വേഷണ കമ്മീഷനുകളുടെ ഭാഗമായ ആളാണ്. അദ്ദേഹത്തെയാണ് ഈ 3 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടി ജുഡീഷ്യൽ കമ്മീഷനായി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ജനം ടിവിയോടക്കം ആദ്യം പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ 3 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുക, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആരെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായും അത് നീട്ടേണ്ടി വരും. അങ്ങനെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഈ മുഖം രക്ഷിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മറഞ്ഞു നിൽക്കുക, വലിയ പ്രതിഷേധത്തെ തണുപ്പിക്കുക എന്നതിനപ്പുറം ഒരു ലക്ഷ്യമില്ല എന്ന് തന്നെ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. സമര രംഗത്ത് ഉള്ള ആളുകൾക്ക് അത് ഏതെങ്കിലും തരത്തിൽ സമരം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് നീതി ലഭിക്കാനോ ഇത് പര്യാപ്തമാണ് എങ്കിൽ ആ ജുഡീഷ്യൽ കമ്മീഷനെ അവർ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് ഇറക്കുന്നതിന് വേണ്ടി പോലും ദിവസങ്ങൾ വൈകിയിരുന്നു. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങൾ, അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് ഒരു വിജ്ഞാപനം അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പോലും ദിവസങ്ങൾ വൈകി എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. 6ാം ദിവസമാണ് അല്ലെങ്കിൽ 5 ദിവസത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായി തന്നെ സർക്കാർ ഏതെല്ലാം കാര്യങ്ങളിലാണ് അന്വേഷണം വേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും അന്വേഷണം വൈകുന്നതിന് അത് ഒരു കാരണമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, അവിടെ സമരരംഗത്തുള്ള ആളുകൾ ഇപ്പോഴും ഈ 47ാം ദിവസത്തിലും അവർ സമരം തുടരുമ്പോൾ ഒരിക്കൽ പോലും അവർക്ക് നീതി ലഭിക്കുമെന്ന് തോന്നുന്ന ഒരു അവസരവും ഉണ്ടായിട്ടുന്നില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അവിടെ സ്ഥലം എറണാകുളം എം പി അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും നീതി നിഷേധിക്കുന്ന സംവിധാനം തന്നെ അല്ലെങ്കിൽ നീതി നിഷേധിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ ഇതിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്കെല്ലാം നീങ്ങാൻ പോയത്. മാത്രമല്ല, തുടക്കത്തിൽ സർക്കാർ ഇവരുമായി ചർച്ച നടത്തിയിരുന്നു, ഈ സമരസമിതിയുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകൾ പോലും സമരം ഏതാണ്ട് ഏറെ നാൾ പിന്നിട്ടതിന് ശേഷമാണ് അത്തരമൊരു ചർച്ചകളിലേക്ക് കടന്നത്. ആ ചർച്ചകൾക്ക് ശേഷം സമരസമിതി രംഗത്തുള്ള ആളുകളും വൈദികരും എല്ലാം തന്നെ സഭാ നേതൃത്വവും എല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഉറപ്പുകൾ പൂർണ്ണമായും തങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള ഉറപ്പുകളാണ് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കും. മാത്രമല്ല, ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോൾ സ്വാഭാവികമായും വഖഫ് തന്നെ അല്ലെങ്കിൽ വഖഫ് ഭൂമിയാണ് എന്ന് വാദിക്കുന്നവർ അല്ലെങ്കിൽ വഖഫിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നവർ ഇത്തരം ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവർ ചോദിച്ചിരുന്നു. എന്നാൽ മറുഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ എന്ന നിലയ്ക്ക് അതിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. തന്റെ മുന്നിലുള്ളത് വഖഫ് നിയമമല്ല, തന്റെ മുന്നിലുള്ള സിവിൽ നിയമങ്ങളാണ്. ആ സിവിൽ നിയമങ്ങളെ ആധാരമാക്കിയായിരിക്കും തന്റെ തീരുമാനങ്ങൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും സിവിൽ നിയമങ്ങളാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് എങ്കിൽ നീതി അകലെയല്ല എന്ന ഒരു പ്രതീക്ഷ കൂടി അവരിൽ ഉടലെടുത്തിട്ടുണ്ട്. ദേവിക. ശരി ജിജീഷ്.